മക്കളെ നിങ്ങൾ US പ്രിപ്പറേഷൻ സെറ്റ് ചെയ്ത് നടക്കുന്നുണ്ടാവും. നമ്മുടെ സൈമത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയി. Okay, a bag and a book together cost 600 rupees. If the bag costs 280 rupees more than the book, what is the price of the book? മക്കളെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒരു ബാഗും ഒരു പുസ്തകവും പോയി ഞാൻ വാങ്ങാണ്. രണ്ടിനും കൂടെ എന്റെ കയ്യിൽ എന്താണുള്ളത്? 600 രൂപയാണുള്ളത്. എടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാഗിന് പുസ്തകത്തെക്കാൾ എന്തുണ്ട്? 250 രൂപ കൂടുതൽ വില ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പുസ്തകത്തിന്റെ വില എന്താണെന്നാ ചോദിച്ചത്. ഓക്കെ, നമുക്ക് പുസ്തകത്തിന്റെ വിലയാണ് കാണേണ്ടത്. നമുക്ക് അയാളെ അറിയില്ല. അറിയാത്ത സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആളെ പേരെന്താണ്? ഓൾജിബ്ര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പുസ്തകത്തിന്റെ വിലക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്നു. റെഡി. ഇനി രണ്ടാമത് നമ്മളോട് പറഞ്ഞ എന്താണ്? ബാഗിന് പുസ്തകത്തെക്കാൾ എന്തുണ്ട്? 250 രൂപ കൂടുതലുണ്ട്. അപ്പൊ പുസ്തകത്തിന് എക്സ് ആണ്. അപ്പൊ ബാഗിന് എന്ത് ചെയ്യൂടാ? എക്സ് പ്ലസ് 250. റെഡി. അങ്ങനെ നമ്മള് പിന്നെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പുസ്തകത്തിനും ബാഗിനും കൂടി എത്രയേ ഉള്ളൂ? 600 ഉള്ളൂ. അപ്പം പുസ്തകവും ബാഗും കൂടി എന്താവണം? 600 ആവണം. അടുത്ത കാര്യവും കിട്ടി. പുസ്തകവും ബാഗും കൂടെ കൂടിയാൽ എന്താവണം? 600 ആകണം. റെഡി. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. റെഡി. നോക്കിക്കോ, ഇവിടെ 2x വന്നു. ഒരു എക്സും കൂടി 2x ആയി. ഇവിടെ 250 ഉണ്ട്. അതെന്തിന് ഈക്വൽ ആണെടാ? 600 ഈക്വൽ ആണ്. ഞാൻ എന്ത് ചെയ്യുന്നടാ? നമ്മുടെ 2x ഓൾജിബ്ര നമുക്ക് അറിയാത്ത ആളെ ഇവിടെ വെച്ചു. ഈ 250 നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക് പോസിറ്റീവ് പോയാൽ എന്ത് ചെയ്യടാ? നെഗറ്റീവ് ആവും. അറിയില്ലടാ, സമചിഹ്നത്തിന് അപ്പുറത്തേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആവും. നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടടാ? 2x എന്ന് പറഞ്ഞാൽ നേരെ മാറി 600 250 കുറച്ചാ വേഗം വരണം. എത്ര പോവും? 120 പോവും. റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് കിട്ടണം. നമ്മൾ എന്ത് ചെയ്യടാ? 320/2. റെഡി. ആൻസർ എത്ര പോവും? 160. നോക്ക്, നമ്മുടെ ആൻസർ ഉണ്ടോ നോക്കേ. ഇവിടെ കിടക്കുന്നടാ, ഇവിടെ ആള് കിടക്കുന്നു. 160. റെഡി. നമ്മൾ എന്നത്തെ ആൻസർ റെഡി അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അറിയാത്ത ആളെ പുസ്തകത്തിന്റെ വിലയാണ്. പുസ്തകത്തിന്റെ വിലയെ നമ്മൾ എന്ത് ചെയ്തു? ബാഗിന്റെ വിലയും കൂട്ടി. ബാഗിന് നമ്മൾ പുസ്തകത്തിനേക്കാൾ കുറച്ചുകൂടെ വില അധികം ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇത്ര പൈസ കിട്ടി. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇക്വേഷൻ സോൾവ് ചെയ്തു വന്നു. ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? പുസ്തകത്തിന്റെ വില 160 രൂപ എന്ന് കിട്ടും. റെഡി. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യടാ? അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് കാണണം ട്ടോ.